നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വളരെ നിർണായകമായ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മളുടെ വീടുകളിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ, അതായത് പിങ്ക് കാർഡും മഞ്ഞ കാർഡും ഉള്ളവരും അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാർഡിനായി അപേക്ഷിച്ച് തള്ളിപ്പോയവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇത്. നമ്മളുടെ വീട്ടിൽ ചെറിയൊരു കാർ ഉണ്ടെന്ന് കാരണത്താലോ അല്ലെങ്കിൽ വീടിൻ്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റിൽ ഒരല്പം കൂടുതലാണെന്ന ഒറ്റ കാരണത്താലോ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും റേഷൻ കാർഡുകൾ തള്ളിപ്പോയിട്ടുള്ള നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഈ ഒരു വിഷയം നേരിടുന്നവർക്ക് വലിയൊരു ആശ്വാസമാകുന്ന പുതിയൊരു മാറ്റത്തിന് തുടക്കമിടാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിലവിൽ 2018 സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ ചട്ടപ്രകാരം 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകാർക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭ്യമല്ല. അതുപോലെ തന്നെ സ്വന്തമായി ഓടിക്കുന്ന ടാക്സികൾ ഒഴികെ മറ്റേതെങ്കിലും തരത്തിലുള്ള 4 ചക്ര വാഹനങ്ങൾ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ കുടുംബം മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്താകും. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ 4 ചക്ര വാഹനം എന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു ആഡംബര വസ്തുവല്ല എന്ന് എല്ലാവർക്കും അറിയാം. രോഗികളായ മാതാപിതാക്കളെയോ ഭിന്നശേഷിക്കാരായ കുട്ടികളെയോ അതുമല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയോ ആശുപത്രിയിലും മറ്റും എത്തിക്കാൻ ഒരു ചെറിയ കാർ എന്നത് സാധാരണ കുടുംബത്തിൻ്റെ അത്യാവശ്യമായ ഒരു മാർഗമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു യഥാർത്ഥ സാഹചര്യം കണക്കിലെടുത്താണ് മുൻഗണനാ റേഷൻ കാർഡ് മാനദണ്ഡങ്ങളിൽ ഇളവുകൾ വരുത്താൻ ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നത്. പുതിയ റിപ്പോർട്ട് പ്രകാരം 2 പ്രധാനപ്പെട്ട ഇളവുകളാണ് സർക്കാർ പരിഗണനയിലുള്ളത്. ഒന്നാമതായി, വീടിൻ്റെ വിസ്തീർണം പരിധി 1000 ചതുരശ്ര അടിയിൽ നിന്നും 1100 ചതുരശ്ര അടിയായി ഉയർത്താൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, 800 cc വരെയുള്ള എഞ്ചിൻ ശേഷിയുള്ള ചെറിയ കാറുകളുള്ള കുടുംബങ്ങൾക്കും ഇനി മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ടായിരിക്കും. അതായത് ചെറിയ കാറുകൾ കൈവശമുള്ള സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് അത് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് ഒരു തടസ്സമായി ഇനി മാറില്ല. പൊതുജനങ്ങളിൽ നിന്നും ഇതിനോടകം ഉയർന്ന ശക്തമായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി സിവിൽ സപ്ലൈസ് കമ്മീഷണറോട് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് തയ്യാറാക്കിയ ഈ സമഗ്രമായ റിപ്പോർട്ട് ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ അന്തിമ പരിഗണനയിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു നിയമപരമായ വശമുണ്ട്. മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ ധാന്യങ്ങൾ കൂടാതെ മറ്റ് നിരവധി സർക്കാർ ആനുകൂല്യങ്ങളും ക്ഷേമനിധികളും ലഭിക്കുന്നുണ്ട്. അതിനാൽ ഈ ഒരു മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളും മറ്റു വശങ്ങളും ധനകാര്യ വകുപ്പ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ധനകാര്യ വകുപ്പിൻ്റെ ഈ ഒരു പരിശോധന പൂർത്തിയായി അനുമതി ലഭിച്ച ശേഷമായിരിക്കും സർക്കാർ തലത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയും ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിലവിൽ സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുള്ള റിപ്പോർട്ടാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും പ്രത്യേകം ഓർക്കുക. ഉത്തരവ് വരുന്നത് വരെ കാത്തിരുന്ന ശേഷം മാത്രമേ നമുക്ക് റേഷൻ ഓഫീസുകൾ വഴി ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആകെ 5,96,000-ലധികം അന്ത്യോദയ അന്നയോജന അഥവാ മഞ്ഞ റേഷൻ കാർഡുകളും 37 ലക്ഷത്തിലധികം വരുന്ന മുൻഗണനാ പിങ്ക് കാർഡുകളുമാണ് ഉള്ളത്. ഇതുകൂടാതെ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പുതിയതായി 73,000-ലധികം മുൻഗണനാ കാർഡുകൾ കൂടി അടുത്തിടെ അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ 1100 സ്ക്വയർ ഫീറ്റ് വീടിനും 800 cc കാറിനും ഇളവ് വരികയാണെങ്കിൽ അത് സംസ്ഥാനത്തെ 10,000 കണക്കിന് മറ്റു കുടുംബങ്ങൾക്ക് കൂടി വലിയൊരു ആശ്വാസമായി മാറും. നിങ്ങളുടെ വീടിൻ്റെയോ വാഹനത്തിൻ്റെയോ പേരിൽ മുൻഗണനാ റേഷൻ കാർഡ് തടസ്സപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? 800 cc വാഹനങ്ങൾക്ക് ഇളവ് നൽകുന്നത് സാധാരണക്കാർക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ വ്യക്തമാക്കുക. ഈ വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായ കൂടുതൽ വിവരങ്ങൾ കൃത്യസമയത്ത് അറിയുവാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. ബൈ.